എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 ഏകജാലക പ്രവേശന സംവിധാനം വരെയുള്ള അലോട്ട്മെന്റ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ മുഖ്യഘട്ടത്തിലെ അവസാനവുമായ തേർഡ് അലോട്ട്മെന്റ് ഇന്ന് രാവിലെ പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ ജൂൺ 16-17 തീയതികളിൽ നടക്കും. അപ്പോൾ ടെമ്പററി അഡ്മിഷൻ പറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ച ചോദ്യത്തിലുള്ള സംശയമാണ്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലിലുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 ഏകജാലക പ്രവേശന സംവിധാനം വഴിയുള്ള അലോട്ട്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് എന്ത് ചെയ്തു? പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജൂൺ 16-17 തീയതികളിൽ അഡ്മിഷൻ നടക്കുമെന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. ജൂൺ 16-17 തീയതികളിൽ അത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നാളെയും മറ്റന്നാളുമായിട്ട് അഡ്മിഷൻ നടക്കും. ശേഷം ജൂൺ 18 തീയതി എന്ത് ചെയ്യുകയാണ്? ഒഫീഷ്യലി +1 ക്ലാസ്സുകൾ ജൂൺ മാസം 18 ആരംഭിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് DGE ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ അറിയിച്ചിരിക്കുകയാണ്. ടെമ്പററി അഡ്മിഷൻ ഉണ്ടോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ച സംശയമാണ്. നോ എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് ഇഷ്ടമുള്ളതായിരിക്കാം, ഇഷ്ടമില്ലാത്തതായിരിക്കാം. പക്ഷേ നിർബന്ധമായും സ്ഥിരപ്രവേശനം നേടണം. ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളത് പ്രിയ വിദ്യാർത്ഥിനികൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച രണ്ടാം അലോട്ട്മെന്റിലുമൊക്കെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും പിന്നെ തേർഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് ലഭിക്കുന്ന അഡ്മിഷനും ഒക്കെ നിർബന്ധമായും നിങ്ങൾ സ്ഥിരപ്രവേശനം തന്നെ. ഇപ്പം ടെമ്പററി ഒക്കെ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ടെമ്പററി അഡ്മിഷൻ എടുത്ത് അടുത്ത അലോട്ട്മെന്റ് വേണ്ടി തുടരുകയാണെങ്കിൽ നിങ്ങൾ ഇത്തവണ ഈ അലോട്ട്മെന്റോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടിയവരാണെങ്കിലും നിങ്ങൾ ഈ അലോട്ട്മെന്റോട് കൂടി പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. ടെമ്പററി അഡ്മിഷൻ ഇല്ല എന്നുള്ള വിവരം ഓർത്തിരിക്കുക. അപ്പോൾ പുതിയ കാണുന്നതിന് ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ ബൈ.